ചൂട് കട്ടനോടൊപ്പം ഇതൊരെണ്ണം അങ്ങോട്ട് കടിച്ചാലുണ്ടല്ലോ മുരിഞ്ഞ അടിപൊളി ഒരു പലഹാരമാണ് കേട്ടോ ഇന്ന് നമ്മൾ ഈ ഒരു പപ്പായ വെച്ചിട്ട് തയ്യാറാക്കണത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോക്ക് സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി. അപ്പോൾ ഇവരെല്ലാവരും കട്ടാക്കിയിട്ടുണ്ട്. ഇനി ഇവരെല്ലാവരും കൂടെ നമുക്ക് ഒന്ന് മാറ്റി വെക്കൊന്നും വേണ്ട, എല്ലാവരും കൂട്ടി കുഴച്ചിട്ട് തന്നെ ഒന്നായിട്ടൊരു ബൗളിലേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇനിയാണ് നമ്മളെ മെയിൻ താരമായിട്ടുള്ള പപ്പായ, നമ്മളെ നാട്ടിൽ തന്നെ കറുമൂസ, കറൂത്ത, കറമത്തി എന്തെല്ലാം പേരിലാന്നറിയത് അറിയപ്പെടുന്നത്. പക്ഷെ ഇതുകൊണ്ട് ചാറ് വെച്ചും ഉപ്പേരുണ്ടാക്കിയും പല രീതിയിലും പലോലും ഉണ്ടാക്കേണ്ട, അച്ചാറിട്ടൊക്കെ താളിച്ചും ഒക്കെ. പക്ഷെ ഇതേമാതിരി നമുക്കൊരു 100-150 ഉറുപ്പിൻ്റെ മുതലല്ല മക്കളെ നമ്മൾ ഈ ഒരു പപ്പായ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ഒരു രുചിച്ച് നോക്കാത്തൊരു ഐറ്റംസുമാണ്. ഇതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു പപ്പായ കൊണ്ടൊക്കെ ഉണ്ടാക്കിയാൽ ഒരാളെന്നെ ഫുള്ള് കഴിക്കും. അത് ടേസ്റ്റാണ് കേട്ടോ. ഏതായാലും ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഇത് ഇതുപോലെ ഒന്ന് തോലിയൊക്കെ ഒന്ന് ഇതുപോലത്തെ സാധനമൊക്കെ ഉണ്ടെങ്കിൽ ചെത്തുക, അല്ലാന്നുണ്ടെങ്കിൽ കത്തി കൊണ്ട് ചെത്തിക്കോളി, എങ്ങനെ ചെത്തിയാലും കുഴപ്പമില്ല. അപ്പം ഞാൻ ചെത്തലൊക്കെ കഴിഞ്ഞാണ് ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഇതുപോലുള്ള സാധനം നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതെടുത്തിട്ടതാ ഒന്നിങ്ങനെ ഇങ്ങോട്ട് പീൽ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ, പഞ്ഞിക്കെട്ട് പോലത്തെ പീൽ ചെയ്ത് ഇങ്ങനെ കിട്ടണത് ഇട്ടാ. അപ്പം അങ്ങനെ കിട്ടുമ്പോൾ നിങ്ങളിത് ആദ്യം തന്നെ കൊത്തി നുറുക്കിക്കാണ്ടൊന്നും ഇങ്ങനെ ചെയ്യണ്ട. ആദ്യമേ ഇങ്ങനെ തൊലി ചെത്തിക്കാണ്ട് ഈ ഒരു ഫുള്ളായിട്ട് പപ്പായ പിടിച്ചിട്ട് ചെയ്തോളി കേട്ടോ. അപ്പം നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കുരുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു പപ്പായ ഞാൻ സാധാരണ ഇത് കട്ട് ചെയ്യുമ്പോഴൊന്നും ഒറ്റ കുരും കാണില്ല. ചില പപ്പായയിലൊക്കെ ഒരു 3-4 കുരുവൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അതേതായാലും നമുക്ക് വേഗം ഇങ്ങോട്ട് എടുക്കുക, അതിന് യാതൊരു പണിയില്ല. ഇത് കുറച്ചൊന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഒരതി ഇങ്ങനെ വരുന്ന സമയത്ത് കുറച്ച് റോൾസ് ഇങ്ങനെ കാണുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ 3-4 കുരുവിനെ നമുക്കിട്ട് മാന്തി ഇങ്ങോട്ട് എടുക്കട്ടാ. അപ്പോൾ ഇതാ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ചെറിയൊരു ഹോൾസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കുരുവൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ അങ്ങോട്ട് ഹോൾസ് നമ്മൾ കൈകൊണ്ടാക്കിയിട്ട് മുഴുവൻ കുരുകളെ ഇങ്ങോട്ട് മാന്തി എടുത്തോളി വേണ്ടിട്ടോ. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു അരിമ്പുകളൊക്കെ ഉണ്ടാവും. നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ വടിച്ചെടുക്കൂല്ലേ, ചെറിയ നാരുന്നൊരാൾ. അത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കണ്ട. ഞാനിപ്പോൾ ഏതായാലും ഇത് ഒഴിവാക്കണില്ല കേട്ടോ. അപ്പോൾ തെല്ല് മൂത്ത പപ്പായ ഇതിന് വേണ്ടിയിട്ട് എടുക്കരുത്. ഒരു ഇടത്തരായി പപ്പായ, അതായത് നല്ല പിഞ്ചുമല്ല എന്നാലും നല്ല മൂത്തതുമല്ല, അതിനൊക്കെ ഇടയിലുണ്ടാവുമല്ലോ കുരു മൂക്കാത്ത രീതിയിൽ എന്നാലും അത്യാവശ്യം കുരു ആയും ചെയ്തതിന് ആ ഒരു പപ്പായ കേട്ടോ ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കിയാണെങ്കിൽ ഞാനിങ്ങനെ പപ്പായൊക്കെ ഇങ്ങനെ ഒരതി മക്കളെ ലാസ്റ്റ് ഇത് ചെറിയൊരു കഷ്ണമായിക്കണ്. ഈ ചെറിയ കഷ്ണമായാൽ പിന്നെ എനിക്ക് പേടിയാണ് കേട്ടോ. എന്താ വെച്ചാൽ നമ്മളെ കയ്യുമൊക്കെ ഈ വറുതൽ വരുമോ, കയ്യിൻ്റെ വിരലുമെന്നൊരു കഷ്ണം പോരുമോ എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര പേടിയാണ്. അപ്പം ഞാനിങ്ങനെ ശ്രദ്ധിച്ചാണ് ലാസ്റ്റ് ഭാഗം ഇതുപോലെ ഇങ്ങോട്ട് വറുതെടുക്കൽ. പക്ഷെ നന്ന ലാസ്റ്റ് ആകുമ്പോൾ ഞാൻ ആ കഷ്ണം ഇങ്ങോട്ട് മാറ്റി വെക്കും, അല്ലെങ്കിൽ അത് കടിച്ച് ചമച്ച് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതും കൂടെയാണല്ലോ അത്. ഏതായാലും ഞാനിത് നോക്കിയാണ് ഒക്കെ പീൽ ചെയ്തെടുത്തിന് വളരെ പെട്ടെന്ന് പീൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ചെയ്യും. ഇത് നമുക്കിങ്ങനെ പിടിച്ച് നോക്കുമ്പോണ്ടല്ലോ നല്ലൊരു പഞ്ഞിക്കെട്ടായിട്ട് കിട്ടുമോ. ഏതായാലും ഞാൻ ആ ഒരു പപ്പായ മുഴുവനും അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടി വലിയൊരു പ്ലേറ്റിലേക്ക് മാറ്റിക്കണേ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങളാണ് ഇതിലേക്ക് ചേർക്കണത്. ഏതായാലും ഞാൻ അത് നല്ലോണം കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യണം എന്നറിയോ, കുറച്ച് ഉപ്പ് ആദ്യം ഇട്ടിട്ട്, ഉപ്പ് മാത്രമല്ല കുറച്ച് ഉപ്പും മുളകും അങ്ങനത്തെ ഒക്കെ, മുളകും പൊടി ഇടുന്നില്ല എന്നാലും ആ കുറച്ച് സാധനങ്ങളൊക്കെ ഇടാൻ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാനൊരു ടേബിൾ സ്പൂണിൻ്റെ അടുത്തായിട്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 വട്ടം കോരിനുണ്ടെങ്കിലും ഒരു ടേബിൾ സ്പൂൺ തികച്ചുണ്ടാവില്ല കേട്ടോ. അതൊക്കെ പാകത്തിന് ഉപ്പിൻ്റെ കാര്യങ്ങൾ എന്നെ അങ്ങോട്ട് തീരുമാനിച്ചോളി മക്കളെ. പിന്നെ ഇതിലേക്ക് വേണ്ടതാണ് മഞ്ഞൾപ്പൊടി. ഈ മഞ്ഞൾപ്പൊടി ഒരു 3/4 ടേബിൾ സ്പൂണോളം ഇട്ടതിൻ്റെ ശേഷം ഞാനൊരു 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ 2 ടേബിൾ സ്പൂൺ ഇപ്പിട്ട്, ഇപ്പോൾ ഇതാ 3ാമത്തെ ടേബിൾ സ്പൂൺ ഇട്ട്. പിന്നെ സ്പൂണിൽ പൊന്തി നിൽക്കുന്ന പൊടി എന്താണെന്ന് വെച്ചാൽ അരിപ്പൊടിയാണ്. സാധാരണ അരിപ്പൊടി, കടയിൽ നിന്നൊക്കെ വാങ്ങിയ അരിപ്പൊടിയാണ്. ഇത് നമ്മൾ ചേർത്ത് കൊടുക്കണം എന്തിനാന്ന് വെച്ചാൽ ഇത് ഒട്ടും എണ്ണ കുടിക്കൂല. എണ്ണയിൽ ഇതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ, എണ്ണ കുടിക്കൂല. പിന്നെ പോരാത്തതിന് ഇത് നല്ല ക്രിസ്പി ആയിട്ട് ഇത് കിട്ടും ചെയ്യും കേട്ടോ. ഈ ഒരു മഴയത്ത് ചൂട് കട്ടൻ്റെ ഒപ്പം കുറും ചെല്ലിക്കാണ്ട് തിന്നാൻ പറ്റുന്ന ഒരു സാധനമല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്തത്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ കടലമാവും കൂടിയാണ് ഇട്ട് കൊടുത്താലുണ്ടല്ലോ. കടലമാവ് നിങ്ങളെടുത്തില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളി, കാരണം എല്ലാവരും അടുത്ത് ഇപ്പോൾ കടലമാവ് ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യുക, ഇത് ഉണ്ടാക്കാതിരിക്കാതെ പിന്നെ എന്ത് ചെയ്യുക, കുറച്ച് ഇതിന് പകരം നിങ്ങൾ മൈദപ്പൊടി ചേർത്ത് കൊടുത്തോളി കേട്ടോ.
അങ്ങനെ ഏതായാലും കടലപ്പൊടി ഉണ്ടെങ്കിൽ അതന്നെ ചേർത്ത് കൊടുത്തോളി മക്കളെ. അപ്പോഴാണ് നമുക്കിത് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്ത പപ്പായ വെച്ചിട്ടാണുള്ളത് ചെയ്തത് എന്ന് ആരോട് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അത്രക്കൊരു വെറൈറ്റി രുചിയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാനിതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ വെള്ളം ചേർക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു ഉപ്പും പൊടികളും എല്ലാം കൂടി എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി മിക്സ് ചെയ്യുക. എന്നിട്ട് വെറുതെ ഒന്ന് വിരലുകൊണ്ടൊന്ന് രുചിച്ച് നോക്കുക എങ്ങനെ ഇത് ഉപ്പുണ്ടോ നോക്കുക. അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പിടാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു നിലക്കും നടക്കൂല മക്കളെ. അപ്പോൾ ഏതായാലും ഇതാ ഞാൻ മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാടുണ്ടല്ലോ ഇപ്പോൾ കാണുമ്പോൾ. പക്ഷേ ഇത് നമ്മൾ കുറച്ച് വെള്ളം ഇട്ടിച്ച് കുഴക്കുമ്പോൾ ഇത് ചപ്പി അങ്ങോട്ട് പോകണം നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ വീട്ടിൽ പപ്പായമാരുണ്ട് എന്നുണ്ടെങ്കിൽ 1 2 അങ്ങോട്ട് കുത്തിക്കോളി. ഇനിയിപ്പോൾ അത് കുറക്കണ്ട. കാരണം എന്താ പറയുക, ഇത് ഉണ്ടാക്കിയാൽ പിന്നെ നമ്മൾ പെട്ടു പോകും മക്കളെ. ഇത് ഒന്നുകൊണ്ടൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് തികയുന്നില്ല. കാരണം ഇതിനൊരു അത്രയ്ക്ക് രുചിയാണ്. നിങ്ങളാരും ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഞാൻ അപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം, സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലും നമ്മൾ പത്തിരിപ്പൊടി ഒന്നും കുഴക്കണ മാതിരി കുഴക്കൊന്നും വേണ്ട. ഇതൊന്ന് യോജിപ്പിച്ചെടുക്കുക, അത്ര പണിയേ ഉള്ളൂ. ഏതായാലും ഞാൻ മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിക്കണേ. അപ്പോൾ ഇതിലേക്ക് കുറച്ചൊരു മഞ്ഞൾപ്പൊടി ചേർക്കണം എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ചേർത്തോളിട്ടാ. അപ്പോൾ ഏതായാലും എനിക്കിതിപ്പം കടലമാവൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു യെല്ലോ ഷെയ്ഡൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നിങ്ങളിത് ഉണ്ടാക്കാതിരിക്കരുത്. ഇത്ര പണിയുള്ളൂ കേട്ടോ. ഇതോടുകൂടി നമ്മളെ പരിപാടി ഏകദേശം കഴിഞ്ഞിക്കണേ. ഇനി നമുക്ക് ചെയ്യാനുള്ള പണി എന്താ വെച്ചാൽ കൈ നല്ലോണം കഴുകുക. നമ്മൾ ആ കുഴച്ച കൈ ഉണ്ടായിരുന്നല്ലോ, അത് നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം ആ കൈ തോർത്താതെ നനവോട് കൂടി തന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉണ്ട അങ്ങോട്ട് എടുക്കുക. അത് എടുത്തിട്ട് നോക്കിയാൽ കൈമേൽ വെച്ച് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ വിട്ട് ഒരു വിണ്ട പോലൊക്കെ തോന്നുകയാണെങ്കിൽ അതൊന്നും കൂടി പ്രസ് ചെയ്ത് നല്ല റൗണ്ട് ഷേപ്പിലാക്കിയതിന് ശേഷം ഇതുപോലെ കുറച്ച് കനം കുറച്ച് പരത്തി ഒരു എണ്ണയൊക്കെ ഇട്ട് കൊടുത്താണ്ടല്ലോ. ഈ എണ്ണയൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതും ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളച്ച എണ്ണയൊക്കെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. അതെന്തിനാണെന്നറിയാം ലോ ഫ്ലെയിമിലേക്ക് വെക്കണത്? ഇതിങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഓരോന്നും ഇങ്ങനെ കൈ കൊണ്ട് എടുക്കുക, കുഴക്കുക, പരത്തുക, വട്ടാക്കുക, എന്നിട്ടേക്ക് ഇടല്ലേ. അപ്പോൾ അതിനെന്താ പറയുക, ഹൈ ഫ്ലെയിമിൽ കത്തിക്കഴിഞ്ഞാൽ ആദ്യം ഇട്ടോലൊക്കെ ഇങ്ങനെ കരിയാൻ തുടങ്ങും. പക്ഷെ ഉള്ളറ്റ് വേവില്ല. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടാതെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ എല്ലാ രീതിക്ക് ഇങ്ങനെ വട്ടത്തിലാക്കി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം കൂടെ ഇങ്ങനെ ലോ ഫ്ലെയിമിൽ നിന്ന് ഉൾഭാഗമൊക്കെ ഇങ്ങനെ ആ ഒരു നല്ല തിളച്ച് ചൂട് തട്ടിയിട്ട് വെന്തെന്ന് മനസ്സിലാവുന്ന സമയത്ത് നമുക്ക് 1 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നല്ല പുറംഭാഗം ക്രിസ്പി ആയിട്ട് നിൽക്കൂട്ടാ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ലോ ഫ്ലെയിമൊക്കെ ഇട്ടുന്നത്. ഏതായാലും ഇതാ നോക്കുകയാണെങ്കിൽ ഒരുപാട് എണ്ണയിൽ മുക്കി പൊരിക്കാനൊന്നുമില്ല. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണോ. അത് പരന്ന പാത്രത്തിലാണ്. നമ്മൾ കുണ്ടുള്ള ചീനച്ചട്ടിയിലൊന്നും ചെയ്യാൻ നിങ്ങൾ ഒരുങ്ങണ്ട കേട്ടോ. അപ്പോൾ ചെയ്യണേന് കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ അത് കുറേ നേരം വെച്ചിട്ടായിരിക്കും ഇതാവുക. ഇതാകുമ്പോൾ എന്താ പറയുക, നമുക്ക് 4-5 എണ്ണം ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പപ്പായ വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്താ പറയുക, നമുക്ക് 2 വട്ടം കൊണ്ട് തന്നെ ഫുള്ള് പരിപാടി കഴിയും കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഞാൻ പിന്നെ കുറച്ച് നേരം സമയം കഴിഞ്ഞപ്പോൾ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയപ്പോൾ ആദ്യം ഇട്ടവന് എന്നാൽ തന്നെ ഒന്ന് കരിഞ്ഞില്ലേ. അത് പ്രശ്നമൊന്നുമില്ല, കരിച്ചിൽ അങ്ങനെയാണ് വന്നിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇതേമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ട് കൊടുത്തുകൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് 2 ഭാഗം കുറച്ചൊരു ക്രിസ്പി ആയി തോന്നുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് കോരിയെടുക്കട്ടാ. ഈ പപ്പായയിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ആരോഗ്യ ഗുണം ഉണ്ടായിട്ട് എങ്ങനെ അത് നമുക്ക് കിട്ടുക, ഇത്രയും എണ്ണയിൽ മുക്കി പൊരിച്ചില്ലേന്ന്. അത് വിചാരിച്ചിട്ടൊന്നും ഗുണങ്ങളൊന്നും കുറയാൻ പോകണില്ല. പിന്നെ ആണെങ്കിൽ ഈ എണ്ണ ഇതിൽ ഒട്ടും കുടിക്കണില്ല കേട്ടോ. ഇത് ഞാൻ മുഴുവനും ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം മക്കളെ, ഇതിനുള്ളിലേക്ക് എണ്ണ പോയിട്ടുണ്ടോ എന്നുള്ളത്. ഇതിന് ഒരു പുറത്ത് ഇങ്ങനെ കാരണം അരിപ്പൊടിയും എല്ലാ പൊടിയും ചേർത്തുകൊണ്ട് തന്നെ പുറം ഭാഗം ഇങ്ങനെ ഒന്ന് ക്രിസ്പി കിട്ടുന്നേ ഉള്ളൂ. ഉള്ളിലേക്ക് എണ്ണ കുടിക്കുക, എണ്ണ ചേർന്ന് പോയി ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതെന്താ പറയുക, ഈ പപ്പായ കൊണ്ടുള്ള ഗുണങ്ങളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊന്നും ഈ പപ്പായ കഴിക്കാൻ കുറച്ച് മടിയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. ഓർക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്താലുണ്ടല്ലോ. പിന്നെ പോരാത്തിന് കുട്ടികൾ സ്കൂളിട്ട് വരുന്ന സമയത്ത് മക്കളെ ഇതൊന്നും ഉണ്ടാക്കി കൊടുത്തു നോക്കിയാണ്ടി. പിന്നെ നമ്മൾ പപ്പായ മരത്തുമ്മൽ പപ്പായ ഉണ്ടായിക്കാണ്ട് നമ്മൾ അധികം വീട്ടിലുണ്ട് ഇഷ്ടംപോലെ കർമൂസ അല്ലേ. ആ കർമൂസൊക്കെ എന്താ പറയുക 1-2 ദിവസമൊക്കെ കറി വെക്കും. പിന്നെ കുട്ടികൾക്കാലും വലിയ ആൾക്കാലും പിന്നെ കറിയൊന്നും വേണ്ട. അപ്പോൾ എന്താ ചെയ്യുക, പിന്നെ അതങ്ങനെ
അങ്ങനെ പോത്ത് ചിലപ്പോൾ പോക്കും അല്ലെങ്കിൽ എടുത്ത് അവിടെയും ഇവിടെയും വെച്ച് വാടിപ്പോക്കെ ചെയ്യും. പക്ഷേ ഈ ഒരു പപ്പായൻ്റെ ആരോഗ്യ ഗുണങ്ങൾ അറിഞ്ഞാൽ തന്നെ നിങ്ങളിത് കഴിക്കും. ഒന്നാമത് അതൊന്നും അറിഞ്ഞാലും കഴിക്കാത്ത എന്താ പറയുക, ഇതുപോലുള്ള പലഹാരങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുന്നുള്ളത് ആർക്കും അറിയില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു കടയിലൊക്കെ പോയിട്ട് ഇതുപോലുള്ള വടകളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്തോ ഒരു പൈസ ചിലവാണ്. പക്ഷെ ഇത്ര രസം കിട്ടുമോ? ഉള്ളിയോണ്ട് ഉള്ളിവട ഉണ്ടാക്കിയാൽ ഇതിന് ഈ ഒരു പപ്പായ വെച്ചിട്ട് ചെയ്യുമ്പോഴേ ഇതിനൊരു പ്രത്യേക രുചിയാണ് മക്കളെ. അപ്പം ഞാൻ മുഴുവനും ഇതിന് കോരി മാറ്റിയിട്ട് രണ്ടാമത്തത് ഇതുപോലെ ഒന്ന് ഇട്ടുകൊടുത്ത്. അപ്പോൾ രണ്ടാമത് ഇട്ടുകൊടുത്തപ്പോൾ അത്ര കട്ടിയിലും കനത്തിലൊന്നും ഉണ്ടാക്കാനില്ല കേട്ടോ, കുറച്ചുള്ളതിന്. എന്നാലും ഞാനൊരു 4 ഒപ്പിച്ചുണ്ടാക്കിയാണ്. അപ്പോൾ അത് ഇതേമാതിരി ഇങ്ങോട്ട് കോരിട്ട് എന്തൊരു സിമ്പിളാണ് ഉണ്ടാക്കാൻ. പക്ഷേ ഇത് കഴിക്കാൻ മക്കളെ, ഇത് പപ്പായ കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞറിയിക്കേണ്ടി വരും കേട്ടോ. അപ്പം നിങ്ങൾ ഇന്ന് മുതൽ എന്ത് ചെയ്യണം, എന്തായാലും നിങ്ങൾ പപ്പായ ഉള്ളോടത്ത് പോയിട്ട് വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഇതൊരൊറ്റ വട്ടം ഉണ്ടാക്കി വെക്കേണ്ടി. പിന്നെ വീട്ടിൽ പപ്പായ ഉള്ളവരെ കുറിച്ച് പറയാനല്ലോ, അവർക്ക് വലിയൊരു ചിലവോ കാര്യമില്ലാതെ ഇഷ്ടംപോലെ പലഹാരം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റംസാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി മുതൽ ആരും പപ്പായ വെറുതെ കളയരുത് കേട്ടോ. കറി തന്നെ വെച്ച് കൂട്ടണ്ട, ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കേണ്ടി. കണ്ടില്ല, ഞാൻ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിക്കണേ. അപ്പം നല്ല ചൂടോട് കൂടി തന്നെ ഇത് കഴിക്കണം കേട്ടോ. അല്ലാതെ ചൂടാറി കഴിഞ്ഞാൽ അത് എങ്ങനെ ഉണ്ടാകുക എനിക്കറിയില്ല. എനിക്ക് തോന്നുക നമ്മളൊരു ഉള്ളിവട ആയാലും പരിപ്പ് വട ആയാലും ഒക്കെ ചൂടാറിയ രസം കുറയില്ലേ. അപ്പം എനിക്കിങ്ങനെ തോന്നുക ഇതും അതേപോലെ രസം കുറയുമോ എന്നൊരു സംശയം. അപ്പം എന്താ പറയുക, നല്ല ചൂടോട് കൂടിയാണ് ഞങ്ങളിത് കഴിച്ചത്. ഏതായാലും ഇത് ചൂടാറാനൊന്നും ഇടം കിട്ടിയിട്ടില്ല, പിന്നെ തണുത്തിട്ടൊന്നും തിന്ന് നോക്കാൻ്റെത് ബാക്കി കിട്ടിയിട്ടുമില്ല. അതാണ് ഇപ്പോൾ ഇതിൻ്റെ ചുരുക്കം പറയുകയാണെങ്കിൽ. അപ്പോൾ ഏതായാലും 2 പപ്പായ എടുക്കേനി എനിക്ക് തോന്നിയിരിക്കണേ. ഏതായാലും ഇനി മേലാൽക്കല്ലേ, ഇനിയിപ്പോൾ എവിടെ നിന്ന് പപ്പായ കിട്ടിയാലും ഞാൻ കൊണ്ടുവരും കേട്ടോ. എന്താ വെച്ചാൽ ഇതുണ്ടാക്കി അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയെ. പിന്നെയാണെങ്കിൽ ഇപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്തൊക്കെ എന്തെങ്കിലും ഇങ്ങനെ കഴിക്കാൻ നമുക്കൊരു പൂതിയാണല്ലേ. അപ്പോൾ എന്താ പറയുക, ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ളിവടനെ ആ ഒരു രസം എല്ലാവർക്കും ഒന്നും ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ ഒരുപാട് ഉള്ളിയും വേണം. പക്ഷേ ഈ പപ്പായ ആകുമ്പോൾ ഒരു ചിലവില്ലേനും ഉള്ളിവടനേക്കാളും രുചിയാണ്. പിന്നെ ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പ് ഈ 3 സാധനങ്ങൾ ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ഈ വടവട പപ്പടവടായി മാറട്ടോ, ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ടും ചേർക്കണം കേട്ടോ. എന്തൊക്കെ, ഇപ്പോൾ ഉള്ളി ചേർത്തോളന്നൊന്നുമില്ല, പക്ഷെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഈ 3 കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ചേർക്കണം. അതുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പരിപാടിക്ക് ഒരുങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതിന് ഉള്ളും കൂടെ വയ്ക്കുകയാണെങ്കിൽ എന്താണെന്നറിയാം ഭംഗി. ഉള്ളിൽ ഒട്ടും എണ്ണല്ല കേട്ടോ, ഒട്ടും. നിങ്ങൾ കണ്ടില്ലേ ചട്ടിയിൽ നമ്മൾ ഒഴിച്ചത് അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ, ഇത്രയും വട ഉണ്ടാക്കിയിട്ടും. അപ്പോൾ അങ്ങനെ ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ലേശം അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടി കേട്ടോ. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റ് ഉണ്ട് മക്കളെ, ഇത് തിന്നുമ്പോഴൊരു രസം. ഇത് പപ്പായ വെച്ചിട്ടാണ് ചെയ്തെന്ന് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ അത്രയ്ക്കും രുചിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്നില്ല, ഈ ഒരു സമയത്ത് ലൈക്ക് ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾ എന്തെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് പറയട്ടാ. പിന്നെ എന്ത് ചെയ്യുക, നിങ്ങളെ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പും നിങ്ങൾ മസ്റ്റായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം പപ്പായ എല്ലാവരും ഉണ്ടാക്കട്ടെ, കഴിക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നാളെ ഇതേ സമയത്ത് ഇതിനേക്കാളും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരട്ടോ. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.